ബോയ്സ് എത്തിയല്ല. അല്ല ദിവാകര, കാലാവധിയൊക്കെ തീർന്നു കിട്ടി. പറഞ്ഞിട്ട് കുറച്ച് പരിപ്പോട് പഞ്ചെടുത്തു. എന്താണ് മക്കളെ, സുഖല്ലേ? ഞാൻ സേലത്ത് ഉണക്കമീൻ എത്തിച്ച് തിരിച്ചു വരണ വഴി ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ ടൗണിലൊന്ന് നിർത്തിയതാ. ദിവാകരേട്ടൻ വണ്ടിയെ വന്ന് ഇറങ്ങുന്ന എന്റെ കൺമുമ്പിൽ തന്നെ. ശരി, ദിവാര ചായ. ഞാൻ വീട്ടിലേക്കല്ലേ. അതെ, ഈ ദിവാകരൻ ഭാസ്കരനെ തട്ടിയതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ഈ ദിവാകരൻ ഭാസ്കരന്റെ ഭാര്യയായിട്ട് വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. ആരെയും കിട്ടിയില്ലെങ്കിൽ അതങ്ങ് പറ്റില്ല. എന്താടി ഇങ്ങനെ അന്തപ്പിട്ട് നോക്കണത്? ലീവാ? കരള മരള അങ്ങനെ ഏതാണ്ടുണ്ടല്ലോ. കിടപ്പ് തീർന്നിട്ട് പോന്നാ. അപ്പൊ ഇനി പോവണ്ട. കണാരേട്ടാ, കാത്തു, നമ്മുടെ ആള് വന്നേട്ടാ. ആരാണ് ശാന്തമ്മോ? നമ്മുടെ ആള് ജയിലിൽ ചാടി. എടി പൊട്ടപ്പൊഴുത്തി ചാടി എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ്. നിന്റെ മട്ടുഭാവം കണ്ട ഞാനേതാണ്ട് ഗൾഫിൽ നിന്ന് വന്ന പോലെ ഉണ്ടല്ലോ. പരിപ്പോടെയാണ്. അല്ല, ഇതെപ്പോ വന്ന് നീ പറഞ്ഞ കാര്യം പറഞ്ഞു കേട്ടില്ലല്ലോ. പോന്ന് കേറിയാണ്. അതെ എടാ, നീ ഇല്ലാണ്ടായപ്പോ എന്റെ ഒരു വശം പൊളിഞ്ഞ പോലെ ഒന്നിനൊരു ഉഷാറില്ലാണ്ടായി. ദിവാകരന്റെ വള്ളത്തെ നിറങ്ങിയ പിന്നെ നേരെ ചൊവ്വ ഇത് ഞാൻ കടല് കണ്ടിട്ടില്ല. എന്ന് സൂക്കേടാ നിനക്കായിരിക്കും. അതൊക്കെ നമുക്ക് ഉഷാറാക്കാല്ലേ കാണാനേട്ടാ. പിന്നെ അവനെവിടെ? രാധ? പിന്നെ ആദ്യം പെത്തം കളിക്കാം. അയ്യടാ, മാഷ് കളിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ കളിച്ചാൽ മതി. രാധയുടെ അച്ഛൻ വന്നു. രാധ വന്നല്ല. വേഗം പാടി. റെഡിയല്ലേ? ഇവനെന്താടി ഇത്രയും വലുതായിട്ട് ഈ കോലത്തിൽ തന്നെയാണോ? വലിയ നാണക്കാരനാ, വളർന്നിട്ട് നാണം മാറിയിട്ടില്ല. ഇവൻ ഏത് വെള്ളത്തിലാ കേറണത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ വള്ളത്തിലും കയറും. പക്ഷെ കരയിലിരിക്കുമ്പോഴാന്ന് മാത്രം. കടലിൽ പോണതവന് പേടിയാ. പേടിയുണ്ടൊന്നുമല്ല, ഉപ്പുവെള്ളത്തിൽ ഇറങ്ങിയ എന്റെ ക്യൂട്ടസ് പോവും. എന്നാലും കരയിൽ നിന്ന് അവൻ കാശുണ്ടാക്കണ്ട്, ഡാൻസ് പഠിപ്പിച്ചിട്ട്. 12 കുട്ടികളുണ്ട്. എന്താടി കേക്കണത്? തൊഴയും പങ്കായി എടുത്തു കൊടുക്കേണ്ട സമയം ഇവനെ തുള്ളാനാണ് വിട്ടത്. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഈ ചളിനെ ചവിട്ടിക്കൂട്ടി കടലിറങ്ങി. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. വെറുതെ അല്ലേ സാധനത്തിന് പിടിച്ച് ജയിലിട്ടത്. അവൻ വലിയ ദേഷ്യക്കാരനാ, നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ദേ, അച്ഛൻ മോനും വാങ്ങിച്ചോണ്ടോന്ന് പരിപ്പോടാ. കൊണ്ടുവന്ന ആളെ ഞങ്ങൾ തിന്നാ മതി. പണിയെടുക്കുന്ന കാശിന് ഞാൻ അസൽ കാഡ്ബർസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. മുളക് നിന്ന് ചോര തൂറാനേ വേറെ ആളെ നോക്കിയാൽ മതി. മുണ്ടില്ലേ ഞാൻ? കണ്ടോ, അവൻ പിണങ്ങി. നീയേ അവനെ കാണാണ്ടിരുന്ന് കണ്ടിട്ടാ. നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൺകൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചു കാണും. അതാ ഇങ്ങനെ രണ്ടും പപ്പാതിയായി പോയത്. എനിക്ക് വയറ് ഭയങ്കര എരിച്ചില്. എന്താണാവോ? നീ ഇച്ചിരി കഞ്ഞികളോട് വെച്ചേ. വാ പിള്ളേര് വീട്ടിൽ പോ, വീട്ടിൽ പോകോ. നടക്കടി അങ്ങാട്ട്. നടക്കേല്ലേ? ഒന്ന് വേഗം ആവട്ടടാ. തൂണാ ഓടിക്ക് നിക്ക്.
അതങ്ങാട്ട് വലിച്ചു കെട്ടന്റെ പുഷ്കര. കുമാരേട്ടാ വന്ന ആരാണെന്ന് നോക്കി. കുമാരേട്ടന്റെ അച്ഛനെ തീർത്തു കളഞ്ഞ ആളാ. ഒന്ന് നിന്നേ, തനിക്കെന്നെ മനസ്സിലായ? എവിടെ മനസ്സിലാകാൻ, അന്ന് 13-14 വയസ്സ്. ഇപ്പൊ വളർന്ന് മോറൊക്കെ അങ്ങാട്ട് മാറിയില്ലേ. പണ്ടത്തെ തന്റെ പരാക്രമത്തിൽ ചത്തത് എന്റെ അച്ഛനാ. കുമാരൻ. ഓർമ്മയുണ്ട്, ഞാൻ വളർന്നപ്പോ ഞാൻ അറിയാതെ എന്റെ കുറുമ്പും അങ്ങാട്ട് വളർന്നു. അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊമ്പൻ കുമാരനാ വിളിക്കണത്. എനിക്കും അവളെ ഇഷ്ടമാണ്. കൊമ്പനല്ലേ, പിടിയല്ലല്ലേ. മോനവിടെ വീട്ടിലുണ്ട്, രാധാകൃഷ്ണൻ. ഇത് നിങ്ങ തല്ലിക്കൊന്നവന്റെ വിത്താ, പടുമുളയാ. എന്നോട് വലിയ ലോഹ്യൊന്നും കാട്ടണ്ട. നിങ്ങൾക്കറിയോ, അച്ഛനില്ലാണ്ടായപ്പോ ഞങ്ങ പട്ടിണിയായി. പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴു പട്ടിണി. അത് സഹിക്കാണ്ടായപ്പോ അമ്മ എന്നെ കളഞ്ഞിട്ട് ഒരു വരുത്തന്റെ കൂടെ പൊറുതിക്ക് പോയി. എന്നിട്ടും കുമാരനീ തുറവിട്ട് പോയില്ല. വള്ളത്തേന്ന് മീൻ വാരിയും തമ്മിത്തല്ലി അങ്ങ് വളർന്ന്. എന്തിനാണെന്നാ, എന്നെങ്കിലും ഒരിക്കൽ തന്റെ മുന്നിൽ വന്ന് ഇതുപോലൊന്ന് നിൽക്കാൻ. ഇപ്പൊ ഒറ്റ കുത്തിന് തന്നെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാം. പക്ഷെ അങ്ങനെ പെട്ടെന്ന് താൻ ചാകാൻ പാടില്ല. താൻ ഈ തുറയെ കിടന്ന് നരകിച്ച് നീറി ചാകണം. അത് കണ്ടാലേ കുമാരന്റെ ഉള്ളും തണുക്കൂ. മോനെ, അന്നൊരു കയ്യബദ്ധം. എന്നെ ഭ്രാന്ത് കെട്ടാതെ വേഗം പോടോ. നോക്കി നിൽക്കാണ്ട് പണിയെടുക്കണം പന്നികളെ. ആടായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, വെറുതെ തിന്നോണ്ട് നടക്കാലോ. ഇനി വേണ്ട, മുട്ടനാട് കണ്ട കുഴപ്പമില്ല. എന്താടോ ഒന്ന് നിന്നേ. എന്താ നീ ചാണാത്തി കൈ കുത്തി വീണ? പോവാസത്തെ ഇത് മൈലാഞ്ചിട്ടതാ. നിന്നെ ഞാൻ എവിടെല്ലാം നോക്കിയെന്നറിയോ? എന്തിനാ? ടൗണിൽ പോണ്ട, എനിക്കൊന്നും വാങ്ങിക്കാനില്ല. ക്യൂട്ടസും കുങ്കുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിരിപ്പട്ടെ. പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടോ. പക്ഷെ ഞാനത് കുങ്കുമം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. കാശൊക്കെ പാളീസായിട്ടിരിക്കുക ലോറൻസേ. ഇനി 10ന്റെ പൈസ കിട്ടണമെങ്കിൽ അടുത്ത യുവജനോത്സവം വരണം. എന്താ? ആട് കൊണ്ടുപോയതാ. അതെ, നീ എനിക്കൊരു സഹായം ചെയ്യൂ. എന്താ? നീ ദേഷ്യപ്പെടരുത്. നീ ആരും കാണാതെ ഈ കത്ത് സരളയ്ക്കൊന്ന് കൊടുക്കണം. അത് ശരി. അപ്പൊ ഞാൻ സംശയിച്ച ശരി തന്നെയാ. കൊറേ കാലമായി സരള കാണുമ്പോ ലോറൻസിന് ഒരു ചോര കൂടി. മനസ്സിലിപ്പോ ഇതായിരുന്നല്ലേ? ലോറൻസിന് അത്രയ്ക്ക് വിഷമാണെങ്കിൽ സരളെ കാണുമ്പോ നേരിട്ട് എന്നങ്ങോട്ട് പറഞ്ഞൂടെ? എന്ത് ബാമണി രാധേ, പ്രേമാണെങ്കിൽ പ്രേമാണെന്ന് പറഞ്ഞൂടെ ഈ മുക്കറഞ്ചിക്ക്? അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അത് ശരി. അപ്പൊ ചാള കരച്ചട്ടിലായി. ഇനിയിപ്പോ എന്താ മതി? ലവ് ലെറ്ററൊക്കെ ഞാൻ കൊടുക്കാം. പക്ഷെ അവളെ ചതിക്കൂലെന്ന് നീ എന്റെ തലത്തോട്ട് സത്യം ചെയ്യണം. ഞാൻ വഞ്ചിക്കും. നീ വഞ്ചിക്ക് പോവില്ലെന്നാ? എടാ, ചതിക്കില്ലെന്ന്. നീയാണ് സത്യം. ശരി, എന്റെ കൈ ഒഴിയൂല. ഈ എളിയിലേക്ക് വെച്ചോ. ഇവിടെ ആളെത്ര വെടിപ്പല്ലല്ല. അവളെ ഒന്നും വഞ്ചിച്ചക്കല്ലേ ദുഷ്ടാ. സരളയുടെ കാര്യം ഓർത്തിട്ടല്ല. എന്റെ തല പൊട്ടി തെറിച്ചു പോകും. അവന്റെ ഒടുക്കത്തെ ഒരു സത്യപ്രതിജ്ഞ. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ലോറൻസേ, സരളയുടെ വീട്ടിലെ ദഹനക്കേട് കൊണ്ട് പോലൊരു ഛർദി ഉണ്ടാവരുത്. ലോറൻസ് പോ. വല്ലവരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ലവാന്ന് വിചാരിക്കും. ലോറൻസ് പോ. അമ്മിണി മോൾട്ടി ചെയ്യാലേ ഇന്നോടി. തെങ്ങും പറിച്ചിട്ട് ഓടലട്ടമ്മണി. എന്നിട്ട് കുമാരേട്ടൻ എന്ത് ചെയ്തു? ഞാൻ അവനിട്ട് നല്ല പെട വിളിച്ചു. അതേതായാലും നന്നായി. ഓ യമഹയായിരുന്നാ? ഞാൻ വിരിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോ വന്ന്. ഈശ്വരാ, ഇതെന്താ തടാകോ? ഷൂ, ആരും കണ്ടില്ല. ഓ, അപ്പില് ചവിട്ടിയ പോലെയായി. പ്രിയ സഖി ഗംഗേ പയറു. പറയൂ. അല്ല കുമാരേട്ടാ, ഇവ ശരിക്കും ആണാണോ അതോ പെണ്ണാണ്? എനിക്കത് ചെറുപ്പകാലം മൂലേ തുടങ്ങിയ സംശയം. അല്ല, ആണാണെങ്കിൽ ഈ പ്രായം കുഴപ്പമാണേ. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? ഹേയ്, ഞാൻ ഇടപെട്ടാ ശരിയാകില്ല. അവൻ ചെന്ന് മാലിനോട് പറയും. പിന്നെ അവള് വേണം. നിങ്ങൾ ചെല്ലു. എങ്കി വാടാ, ഇപ്പുറത്തൂടെ പോയി അവൻ അവിടെ വെച്ച് പിടിക്കാം. വസോട്ടാ, വല്ല തുന്നുമ്പോ മീൻ ചാടിപ്പാൻ തൊള്ളയിടണേ. നീ പോടി തന്റെ അപ്പനാ. തന്തന താനാ തന തന തന്തന താനാ ഉയ്യാര ഉയ്യാ. നിക്കടാ അവിടെ, അവിടെ നിക്കടാ. ഈ തുറക്കാരുടെ കുറെ കാലായിട്ടുള്ള സംശയമാണ്, നീ ആണാണാ പെണ്ണാണെന്ന്. പോടെ വേളെ, നിനക്കില്ലടാ അമ്മമ്മമാരൊക്കെ. സ്വന്തം സഹോദരയുടെ ആണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പെരുമാറോടാ. ഓ, ഞങ്ങളൊന്ന് കണ്ടാ ഇപ്പൊ എന്താ? അങ്ങനെ കാണണമെങ്കിൽ തന്നെത്താൻ പോയി കണ്ണാടി നോക്കടാ ഊളകളെ. വായി നോക്കിൽ ഇറങ്ങിയിരിക്കുക മനുഷ്യന്മാരെ വഴിയടക്കാൻ സമ്മതിക്കാത്ത നാറികള്. എന്റെ അടുത്ത് കളിക്കാൻ വന്നിട്ടല്ലോ, ഒറ്റ പിച്ചു ചേരിട്ടോ ഞാൻ. പട്ടികളെ
കടത്തിയുള്ള എന്റെ കുഞ്ഞിനെ. അനുഭവിക്ക്, അമ്മേ മോനും കൂടി അനുഭവിക്ക്. പെങ്കൊച്ചുകളില്ലാന്ന് പറഞ്ഞ് വളർത്തിയെടുത്തതല്ലേ. ചത്ത് തലക്ക് മുകളിലിരിക്കുന്ന തള്ളയെടുത്ത് പോയി പരാതി പറ. എനിക്ക് മേല. ഇതിന്റെ പേരിൽ തല്ലാനും കൊല്ലാനും ഒന്നും എനിക്ക് മേല. ഇവൻ ഒരുത്തൻ കാരണം ജയിലിൽ കിടന്ന് തൊലഞ്ഞത് എന്റെ ജീവിതമാണ്. ഒന്നും മുണ്ടാണ്ടിരി, ചെക്കനപ്പുറത്തിരിപ്പുണ്ട്. ചെക്കനാവൻ ചെക്കനായിരുന്നെങ്കിൽ നാട്ടുകാർ പിടിച്ചിങ്ങനെ തുണിയില്ലയോ? അവനെ പറ്റ തള്ളയായ നിനക്കെങ്കിലും ഉറപ്പണ്ട അവൻ ചെക്കനാന്ന്. പെൺകുട്ടികളില്ലാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എല്ലാരും ഇങ്ങനെ വളർത്തിയത്. എന്നിട്ടും എല്ലാവരും എന്നെ കളിയാക്കണ കണ്ടില്ലേ മുത്തശ്ശി? എന്റെ മോൻ ആൺകുട്ടിയാണെന്ന് ഈ തുറക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. എന്റെ മോനെ കണ്ട് ഈ തുറയിൽ പെങ്കൊച്ചുങ്ങൾ മോഹിക്കണം. മോനെ ഒരുത്തിയെ മോഹിക്കണം, മോഹിച്ച് കെട്ടണം. അപ്പൊ ഈ കരക്കാര് പറയും രാധാകൃഷ്ണൻ ഒരു ആൺകുട്ടിയാണെന്ന്. എന്ത് പട്ടം? നീ കുറച്ച് മാറി നിൽക്ക്. ഞാൻ മാറി എന്തെങ്ങനെ നോക്കിയിരിക്കണേ? വരണണ്ട നീ. അയ്യോ പോണ താഴത്തേക്ക് പോയി. മോനെ കണ്ട് ഈ തൊരയിലെ പെങ്കുച്ചുങ്ങൾ മോഹിക്കണം. മോനും ഒരുത്തിയെ മോഹിക്കണം, മോഹിച്ച് കെട്ടണം. പട്ടം കീറിപ്പോയി. പട്ടം പറപ്പിക്കാനും പറ്റിയില്ല.